ഹലോ, ഫിസിക്സ് ഓഫ് റോബോട്ടിക്സ് എന്നുള്ള കോഴ്സാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓയിലർ ആംഗിൾസിനെ കുറിച്ചിട്ടാണ്. ഓയിലർ ആംഗിൾസിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോ. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എങ്ങനെയാണ് അത് കൊണ്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ടിപ്പിക്കലി ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് ഓയിലർ ആംഗിൾസ്. പക്ഷേ എന്നാലും റോബോട്ടിക്സിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഓയിലർ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡിയുടെ ഓറിയൻറ്റേഷൻ നമ്മൾ 3D സ്പേസിൽ മാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് ഓയിലർ ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോർഡിനേറ്റ് ആക്സസിൻ്റെ അബൌട്ടായിട്ട് 3 റൊട്ടേഷൻ്റെ സീക്വൻസ്, അതാണ് ഓയിലർ ആംഗിൾ. ഫിസിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, റോബോട്ടിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, എയറോനോട്ടിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് പല ഫീൽഡുകളിൽ പല കൺവെൻഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പ്രത്യേകം പറയാമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം നമ്മൾ ഫിസിക്സിൽ ഓയിലർ ആംഗിൾ ഉപയോഗിക്കുന്നുണ്ട്, അത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ കൃത്യം അതേ കൺവെൻഷൻ അല്ല നമ്മൾ റോബോട്ടിക്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മളൊരു എയർക്രാഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം എയർക്രാഫ്റ്റ് അതിന് 3 ഡയമെൻഷനിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് യോ പിച്ച് റോൾ എന്നാണ് പറയുന്നത്. എക്സ് ആക്സിസിന് എബോട്ടായിട്ടുള്ളതിനെ നമ്മൾ റോൾ എന്നാണ് പറയുന്നത്. വൈ ആക്സിസിന് അബൌട്ടായിട്ടുള്ളതിന് പിച്ച് എന്നും ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ടുള്ളതിന് യോ എന്നുമാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ആക്സിസുകൾ. റോൾ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, പിച്ച് ആക്സിസ് ഇതാണ് വൈ ആക്സിസ്, ആൻഡ് ഇതാണ് ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഒരു ആനിമേഷൻ ഇത് ഞാൻ വിക്കിപീഡിയ എന്നാണ്. അപ്പോൾ ഇതാണ് യോ എന്നുള്ള ഓപ്പറേഷൻ. അതായത് എയർക്രാഫ്റ്റിന് നമ്മളുടെ എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് പിച്ചാണ്. ഓക്കെ, അതായത് എയർക്രാഫ്റ്റിന് നമ്മൾ വൈ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതാണ് പിച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് റോള്. റോൾ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിന് റോൾ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ്. പിച്ച് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ്, ആൻഡ് യോ ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ്. ഓക്കെ, സോ തിരിച്ചു ഇതിനകത്തോട്ട് തന്നെ വരാം. സോ അതാണ് എയർക്രാഫ്റ്റിലെ ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ആൻഡ് നമ്മൾ ഓൾറെഡി റൊട്ടേഷൻ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൊട്ടേഷൻ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നമ്മളുടെ ഏതൊരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് റൊട്ടേഷൻ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. റൊട്ടേഷൻ മെട്രിക്സിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മളിവിടെ റോളിന് ഫൈ എന്നൊരു സിമ്പലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ മെട്രിക്സ് ഇതാണ്. റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് സൈൻ്റെയും കോസിൻ്റെയും കോമ്പിനേഷനാണ്. ഇതാണ് അതിൻ്റെ മെട്രിക്സ് ഫോം എന്നൊക്കെ നമുക്കറിയാം. ഏത് ആക്സിസ് ആയിട്ടാണോ വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിൽ 1 ആയിരിക്കും ഉള്ളത്. ലൈക്ക് എക്സ് ആക്സിസ് ആണെങ്കിൽ ആ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ എക്സ് ടേം 1 ആയിരിക്കും. എക്സ് ഉള്ള ബാക്കി ടേംസ് ഒക്കെ 0 ആയിരിക്കും. പിന്നെ വൈയിലും ഇസഡിലുമാണ് സൈനും കോസും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ആ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഫിസിക്സിൽ പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വൈ ആക്സിസിന് അബൌട്ടായിട്ടാണെങ്കിൽ നമ്മളിവിടെ പല ആംഗിൾസാണ് എടുത്തേക്കുന്നത്. ഫൈ, തീറ്റ, സൈ, അങ്ങനെ 3 ആംഗിളാണ് എടുത്തേക്കുന്നത്. എല്ലാ പുസ്തകത്തിനകത്തും എപ്പോഴും ഡിഫറെൻറ്റ് സിമ്പിൾ ഉപയോഗിക്കണം എന്നില്ല. സെയിം സിമ്പിൾ തന്നെ പല പുസ്തകത്തിനകത്തും ഉപയോഗിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ഒരു കൺവെൻഷൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ വൈ ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേഷൻ. അതുകൊണ്ട് വൈ എന്നുള്ള ടേം 1 ആണ്. വൈ വരുന്ന മറ്റേ ടേംസ്, അതായത് എക്സ് വൈ എന്നുള്ള ടേമും
ZY എന്നുള്ള ടേമും അതേപോലെ YX എന്നുള്ള ടേമും YZ എന്നുള്ള ടേമും ആ ടേംസൊക്കെ 0 ആണ്. ബാക്കിയുള്ള ടേംസ് ആണ്, അതായത് എക്സും ഇസഡും മാത്രമുള്ള ടേംസ് ആണ് സൈനും കോസും ഉള്ളത്. അതേപോലെ തന്നെ ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് റൊട്ടേഷൻ എങ്കിൽ വിത്ത് ഇസഡ് എന്നുള്ള ടേം 1 ആയിരിക്കും. ഇസഡ് വരുന്ന ബാക്കി ടേംസ് 0 ആയിരിക്കും. പിന്നെ ഇസഡ് വരാത്ത ടേംസ് എക്സിൻ്റെയും വൈയുടെയും ടേംസ് സൈനും കോസിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. സോ ഇത് റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സാധനമാണ്. ഇനി ഈ ഓയിലർ ആംഗിൾ പറയുമ്പോൾ ഫിക്സഡ് ഫ്രെയിമിലും പറയാം, മൂവിങ് ഫ്രെയിമിലും പറയാം, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടും പറയാം. ഓക്കെ, സോ ഏത് ഫ്രെയിമിലാണ് നമ്മൾ എടുക്കുന്നതെന്നനുസരിച്ചിട്ട് ഓർഡറും മീനിങ്ങും ഒക്കെ മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലർ ആംഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വർക്കിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൺവെൻഷൻ എന്താണ് എന്നുള്ളത് ആദ്യമേ പറയണം. ഓക്കെ, സോ ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഫ്രെയിമാണ്, അതിനെ തന്നെ എക്സ്ട്രിൻസിക് എന്നും പറയാം. അതായത് ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൊട്ടേഷനെ അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ഈ ആക്സിസ് ഫിക്സ്ഡ് ഇൻ സ്പേസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രോണിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണല്ലോ ഒബ്സർവ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ നോക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ആ ഡ്രോണിൻ്റെ പല പാർട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും, അപ്പം നമ്മളുടെ നോട്ടത്തിൽ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ഫിക്സഡ് ഫ്രെയിമാണ്, നമ്മൾ ഫിസിക്സിൽ സാധാരണ പറയുന്ന ലബോറട്ടറി ഫ്രെയിം. ഓക്കെ, മൂവിങ് ഫ്രെയിം അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ പറയുന്നത് ബോഡി ഫ്രെയിം എന്നാണ്. ഓക്കെ, അത് റിലേറ്റീവ് ടു ദ ബോഡീസ് ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് റൊട്ടേഷൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റൊട്ടേഷൻ നടന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ അടുത്ത റൊട്ടേഷൻ നടക്കാനുള്ള ആക്സിസിൻ്റെ ഓറിയൻറ്റേഷൻ ആ കേസിൽ മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എയർപ്ലെയിനകത്ത് ഒരു പൈലറ്റ് ഇരുന്നിട്ട് നോക്കുകയാണെങ്കിൽ സപ്പോസ് അയാൾ ഒരു മൂവ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ഒരു പിച്ച് മൂവ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ആ എയർപ്ലെയിനിൻ്റെ ആക്സിസ് അനുസരിച്ചിട്ടാണ് അടുത്ത മൂവ്മെൻറ്റ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ അടുത്തൊരു യോ നടത്തണം എന്ന് വിചാരിക്കുക, അത് നടത്തുന്നത് എയർപ്ലെയിനിൻ്റെ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ്, എർത്തിലിരുന്ന് നോക്കുന്ന ആളുടെ ആക്സിസ് വെച്ചിട്ടല്ല. ഓക്കെ, ഓഫ് കോഴ്സ് ഫിസിക്സിൽ നമുക്ക് ഓൾറെഡി അറിയാം ലാബ് ഫ്രെയിമും ബോഡി ഫ്രെയിമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓരോ പർപ്പസിനും നമുക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുന്നു. ആൻഡ് അഗെയിൻ ഏതാണോ ഉപയോഗിക്കുന്നത് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം ആൻഡ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം. ഇത് രണ്ടും അല്ലാതെ നമുക്ക് മിക്സഡ് ഫ്രെയിംസ് ഉപയോഗിക്കാം കേട്ടോ. മിക്സഡ് ഫ്രെയിം എന്ന് പറയുന്നത് ചില റൊട്ടേഷൻസ് ബോഡി ഫ്രെയിമിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടും ചെയ്യും, ചിലത് ഫിക്സ്ഡ് ഫ്രെയിംസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടും ചെയ്യും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് കേസിലാണെങ്കിലും എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷൻ അത് ആദ്യമേ പറയുക എന്നുള്ളതാണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, പല ഫീൽഡിൽ ഇത് പല കൺവെൻഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഫിസിക്സിൽ നമ്മൾ ഈ ഓയിലർ ആംഗിൾസ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കവിടെ ആർബിട്രറി കൺവെൻഷൻസ് ആണ്. അതായത് ഏത് പ്രോബ്ലമാണോ പഠിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഓയിൽ കൺവെൻഷനും എടുക്കാം. അതായത് ഓയിലർ ആംഗിൾസ് നമ്മൾ സെയിം ബുക്കിനകത്ത് തന്നെ ഡിഫറെൻറ്റ് പ്രോബ്ലത്തിനകത്ത് ഡിഫറെൻറ്റ് രീതിയിൽ എടുക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ അത് ഡിഫൈൻ ചെയ്താൽ മതി. പക്ഷേ എയറോനോട്ടിക്സിൽ ഫോർ എക്സാമ്പിൾ എയർപ്ലെയിൻ്റെ കേസിൽ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷനുണ്ട്, അതാണ് യോ പിച്ച് റോൾ എന്നുള്ള കൺവെൻഷൻ. അതായത് ZY/X എന്നാണ് പറയുന്നത്. അത് എയർപ്ലെയിനിൻ്റെ മോഷനെ കുറിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കൺവെൻഷനാണ്. അതായത് എയർപ്ലെയിനിൻ്റെ കേസിൽ ഈ പിച്ച്, യോ, റോള് ഈ മൂന്നും കൺട്രോൾ ചെയ്യാനായിട്ട് 3 കൺട്രോൾസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് കുറച്ചും കൂടെ എളുപ്പം. എന്നാൽ റോബോട്ടിക്സിൻ്റെ കേസിലാണെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ZY/Z കൺവെൻഷനാണ്. അത് റോബോട്ടിക് ആംസിൻ്റെ മോഷന്
കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇസഡ് വൈ ഇസഡ് കൺവെൻഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മൾ ഫിസിക്സ് ഓഫ് റോബോട്ടിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സിൽ ഉപയോഗിക്കാൻ പോകുന്നത് റോബോട്ടിക്സിൻ്റെ ഈ ഇസഡ് വൈ ഇസഡ് കൺവെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അപ്പോൾ അത് പ്രോബ്ലം ഒക്കെ ചെയ്ത് കുറച്ച് കോഡ് കൊണ്ട് എന്താണ് പിക്ചേഴ്സ് ഉപയോഗിച്ച് ഒരു യൂണിറ്റ് വെക്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് അങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ഈ കോഴ്സിനകത്ത് ഉപയോഗിക്കുന്ന കൺവെൻഷൻ റോബോട്ടിക്സിലെ കൺവെൻഷനാണ് ഇസഡ് വൈ ഇസഡ് കൺവെൻഷനാണ്.